ബാബറി മസ്ജിദിന്റെ 3 കുംഭഗോപുരങ്ങളും ഉയർന്നു നിൽക്കുന്ന ഭൂമിയിൽ തന്നെ ശിലാന്യാസം നടത്താൻ ആരാണ് അനുമതി കൊടുത്തത്? ഹിന്ദുത്വവാദികൾക്ക്. രാജീവ് ഗാന്ധിയുടെ ഗവൺമെന്റാണ്. 49-ൽ തർക്കഭൂമിയാണെന്ന് പറഞ്ഞ് പൂട്ടിയിട്ട പള്ളിയുടെ താക്കോൽ ഹിന്ദുത്വവാദികളുടെ കൈകളിൽ ഏൽപ്പിക്കാനുള്ള തീരുമാനമെടുത്തത് മിസ്റ്റർ രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കും. അപ്പൊ രാമന് വേണ്ടി ഒരു വോട്ട് ചോദിച്ചു രാജീവ് ഗാന്ധി. RSSകാർ രാജീവ് ഗാന്ധിക്ക് വോട്ട് ചെയ്തു. BJPയുടെ RSSന്റെ അജണ്ട അനുസരിച്ച് 1992-ൽ ബാബരി മസ്ജിദ് തകർക്കുന്നതിന് ദേശവ്യാപകമായി RSS സംഘപരിവാർ ഉണ്ടാക്കിയ ഉന്മാദപൂർണമായ വർഗീയ ക്യാമ്പയിനുകൾക്ക് എല്ലാ സംരക്ഷണവും സഹായവും നൽകിയത് മിസ്റ്റർ നരസിംഹറാവു ആണ്. കോൺഗ്രസ് തന്നെയായിരുന്നു ഹിന്ദു മഹാസഭ, കോൺഗ്രസ് തന്നെയായിരുന്നു RSSന്റെയും നേതാക്കൾ. RSSന് BJP തന്നെ വേണമെന്നില്ല. അതിന്റെ രാഷ്ട്രീയം നടപ്പാക്കാൻ കോൺഗ്രസ് ആയാലും മതി. പള്ളി പൊളിച്ചു കഴിഞ്ഞപ്പോഴും പള്ളി പൊളിക്കാൻ ആവശ്യമായ രീതിയിൽ പള്ളി നിലനിൽക്കുന്ന സ്ഥലത്ത് ശിലാന്യാസം നടത്തിയപ്പോഴുമൊക്കെ കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ ജിഹ്വയായ ചന്ദ്രിക അതിനെയെല്ലാം ന്യായീകരിക്കുക ചെയ്തത്. ശിലാന്യാസം നടത്തിയത് ബാബരി മസ്ജിദ് നിലനിൽക്കുന്ന സ്ഥലത്തല്ല എന്ന കള്ള വാർത്ത വരെ ഫ്രണ്ട് പേജിൽ ഹൈലൈറ്റ് വാർത്തയായിട്ട് കൊടുത്തവരാണ് മുസ്ലിം ലീഗിന്റെ സുഹൃത്ത്. ബാബരി മസ്ജിദ് തകർത്ത ഉടനെ തന്നെ ഉയർത്തിയത് ഷീരെ ഗ്യാംബാബി മസ്ജിദാണ്. തൊട്ടടുത്ത് കിടക്കുന്ന മധുരയിലെ ഈദ്ഗാഹ് മസ്ജിദാണ്. ബാബരി മസ്ജിദിന്റെ വിധി തന്നെയാണ് ശംബലിലെ ഷാഹി മസ്ജിദിനെയും കാത്തിരിക്കുന്നത് എന്ന് നമ്മൾ കാണണം. ഈ മഹാരാജ്യത്തെ വർഗീയ ധ്രുവീകരണത്തിന്റെ തീരങ്ങളിലേക്ക്, ഭ്രാന്തമായ വിഭജന വിദ്വേഷ രാഷ്ട്രീയ സംസ്കാരത്തിലേക്ക് തള്ളിവിട്ടത് ബാബരി മസ്ജിദിന്റെ 464 വർഷക്കാലം അയോധ്യയിലെയും ഫൈസാബാദിലെയും മുസ്ലിം മതവിശ്വാസികൾ തലമുറകളായി നിസ്കരിച്ചു പോന്ന പള്ളി അയോധ്യയിലെ ബാബരി മസ്ജിദ് തകർത്തതിന് ശേഷം 32 വർഷങ്ങൾ പിന്നിടുന്ന ദിവസമാണ് നമ്മൾ ഇന്ന് ബാബരി മസ്ജിദിനെ കുറിച്ച് സംസാരിക്കുന്നത്. ബാബരി മസ്ജിദിൻ്റെ തർക്കവും അതിൻ്റെ തകർച്ചയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഭവിച്ചിട്ടുള്ള തീവ്രമായ വലതുപക്ഷവൽക്കരണത്തിൻ്റെ വർഗീയ രാഷ്ട്രീയത്തിൻ്റെ വളർച്ചയെ നമ്മൾ പരിശോധിക്കുന്നത്. 1992 ഡിസംബർ 6-ാം തീയതി ബാബരി മസ്ജിദ് തകർത്തത് ഇന്ത്യ രാജ്യത്തെ ഭരണവർഗങ്ങളുടെ ഭരണകൂടത്തിൻ്റെ പിന്തുണയോടുകൂടിയായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, നരസിംഹറാവു സർക്കാർ, സുപ്രീം കോടതി കർസേവകരെ ഫൈസാബാദ് ജില്ലയിലേക്ക് വരെ കടത്തിവിടരുത് എന്ന വിലക്ക് ഉത്തരവായി ഇറക്കിയിട്ടും കോടതിയുടെ ആ കൽപ്പനയൊക്കെ, ആ ഉത്തരവിനെയൊക്കെ തന്നെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ബാബരി മസ്ജിദ് തകർക്കാനുള്ള വർഗീയ ഉന്മാദത്താൽ ആവേശഭരിതരായെത്തിയ ക്രിമിനലുകളായ കർസേവകർ ഫൈസാബാദിലും അയോധ്യയിലും വന്ന് തമ്പടിച്ചത്. ഇന്ത്യൻ ഭരണകൂടം അതിൻ്റെ പ്രത്യയശാസ്ത്രമായി ഹിന്ദുത്വത്തെ അംഗീകരിക്കുകയാണ് ചെയ്തത്. BJP മാത്രമല്ല, കോൺഗ്രസും ഇന്ത്യൻ ഭരണവർഗങ്ങളെ പ്രതിദാനം ചെയ്യുന്ന പ്രധാന ഭരണവർഗ പാർട്ടി എന്ന നിലക്ക് 90കളിൽ കോൺഗ്രസും ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിന് കീഴടങ്ങുകയായിരുന്നു. മിസ്റ്റർ നരസിംഹറാവു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം RSS ആയിരുന്നു. അദ്ദേഹം ആന്ധ്രയിൽ RSS, തെലങ്കാനയിൽ അദ്ദേഹം RSS ശാഖയിൽ പോയാണ്. ആ മുൻ RSSകാരൻ കോൺഗ്രസിൻ്റെ നേതാവായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വന്ന നാളുകളിലാണ് ബാബരി മസ്ജിദിൻ്റെ 3 കുംഭഗോപുരങ്ങളും രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി അയോധ്യയിൽ കേന്ദ്രീകരിച്ച സംഘപരിവാറിൻ്റെ ക്രിമിനലുകൾ കാവിപ്പട തകർത്ത് കളഞ്ഞത്. അതിനവർ ഉപയോഗിച്ച രീതിശാസ്ത്രം 1528-ൽ ബാബർ ചക്രവർത്തി അയോധ്യയിലൂടെ കടന്നുപോയപ്പോൾ അദ്ദേഹത്തിൻ്റെ പട്ടാളക്കാർക്ക് വിശ്രമിക്കാൻ അവിടെ ബാരക്കുണ്ടാക്കി. ആ ബാരക്കിൽ ബാബറുടെ പട്ടാളക്കാർക്ക് നിസ്കരിക്കാൻ ഒരു പള്ളി വേണമായിരുന്നു. ബാബറുടെ നിർദ്ദേശമനുസരിച്ച് അവിടെ പള്ളി പണിതു. ചരിത്രത്തിൽ അതൊരു തർക്കമായിരുന്നില്ല. 1857-ലെ 1-ാം സ്വാതന്ത്ര്യ സമരം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ നെടുംതൂണുകളെ പിടിച്ചുലക്കുകയും ഇന്ത്യക്കാർ ഹിന്ദുക്കളും മുസ്ലിങ്ങളും എന്ന നിലക്ക് മൈത്രിയോടെ ഒന്നിച്ചു നിന്നാൽ അപ്രതിരോധ്യമായ ഒരു ദേശീയ ശക്തിയായി മാറിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് തുടരാനാവില്ല. ബ്രിട്ടീഷ് അധികാരത്തെ, കമ്പനി ഭരണത്തെ, കൊളോണിയൽ അധികാരത്തെ വെല്ലുവിളിക്കുന്ന ജനകീയ ശക്തിയുടെ സായുധമായ ഉയർത്തെഴുന്നേൽപ്പായിരുന്നു 1857-ലെ 1-ാം സ്വാതന്ത്ര്യ സമരം.
ആ ഒന്നാം സ്വാതന്ത്ര്യ സമരം കണ്ട് പരിഭ്രാന്തരായ ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിലെ ജനങ്ങളെ, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഉറവക്കണ്ണുകളിൽ ഒന്നാണ് അയോധ്യ, ഫൈസാബാദ് എന്നൊക്കെ പറയുന്നത്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരു ശരീരം പോലെ ഒന്നിച്ചു നിന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി നിന്ന മണ്ണാണ് അയോധ്യയുടെ ഫൈസാബാദിൻ്റെ മണ്ണ് എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർ ഈ ജനമുന്നേറ്റം, ഈ ദേശീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ബ്രിട്ടീഷ് അധികാരത്തിനെതിരായിട്ടുള്ള ഈ ഉയർത്തെഴുന്നേൽപ്പ് അവരെ ഭയപ്പെടുത്തി. അങ്ങനെയാണ് അവർ, ബ്രിട്ടീഷ് പൊളിറ്റിക്കൽ ഇൻ്റലിജൻസ് വിഭാഗം, ഇന്ത്യയിലെ ജനങ്ങളെ ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായി ഭിന്നിപ്പിച്ച് ഇന്ത്യൻ ജനതയുടെ ദേശീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഐക്യത്തെ, പോരാട്ടങ്ങളെ അസ്ഥിരീകരിക്കാനുള്ള ആസൂത്രണം നടത്തിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അയോധ്യയിലെ ബാബറി മസ്ജിദ് തർക്കഭൂമിയാവുന്നത്. അന്നത്തെ ഫൈസാബാദ് യിലെ റെസിഡൻ്റ് ആയിരുന്ന കർണൽ ശ്രീമാൻ, അദ്ദേഹമാണ് ഫൈസാബാദ് ഗസറ്റീറിൽ ബാബറി മസ്ജിദ് നിലനിൽക്കുന്ന സ്ഥാനത്ത് ബാബർ ചക്രവർത്തി ആ പള്ളി പണിതത് അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രം പൊളിച്ചിട്ടാണ് എന്ന് ആദ്യമായിട്ട് ഒരു ലേഖനം എഴുതുന്നത്. ഫൈസാബാദ് ഗസറ്റീറിൽ വന്ന ഈ ലേഖനത്തിൻ്റെ റെഫറൻസ് എന്തായിരുന്നു അദ്ദേഹത്തിന്? ജോൺ ലൈഡൻ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരൻ, ഒരു ഇന്തോളജിസ്റ്റ്, ഒരു ഇന്ത്യൻ വിദഗ്ധൻ, ഫൈസാബാദിനെ കുറിച്ച് സൂചിപ്പിക്കുന്നത് എവിടെയാ? അദ്ദേഹം ബാബർ ചക്രവർത്തിയുടെ ആത്മകഥയായ ബാബർ നാമ ഇംഗ്ലീഷിലാക്കി. 1813 ജോൺ ലൈഡൻ ബാബറിൻ്റെ ഈ ആത്മകഥ ബാബർ നാമ ഇംഗ്ലീഷിലാക്കുന്നത്. ആ വിവർത്തന പുസ്തകത്തിൻ്റെ അവതാരികയിൽ, ആമുഖത്തിലാണ് മിസ്റ്റർ ജോൺ ലൈഡൻ ബാബർ ചക്രവർത്തി അയോധ്യയിലേക്ക് കടന്നു വന്നപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ പട്ടാളക്കാർക്ക് നിസ്കരിക്കാൻ ഒരു പള്ളി പണിതപ്പോൾ ആ പള്ളി പണിതത് ഒരു പക്ഷേ അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രം പൊളിച്ചു ആകാമെന്നല്ലാതെ ആണ് എന്ന് ജോൺ ലൈഡൻ ആ അവതാരികയിൽ പറഞ്ഞില്ല. ബ്രിട്ടീഷ് കൊളോണിയൽ ചരിത്രകാരന്മാരുടെ, ബ്രിട്ടീഷ് സിവിൽ ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് ബ്രിട്ടീഷ് ചരിത്രകാരന്മാരും. ബ്രിട്ടീഷ് സിവിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ഈ രാജ്യത്തെ ജനങ്ങളുടെ ഐക്യത്തെ എല്ലാ തരത്തിലും ദുർബലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ചരിത്രത്തെ തെറ്റായി അവതരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ബാബർ നാമ വിവർത്തനം ചെയ്തപ്പോൾ ആ പുസ്തകത്തിൻ്റെ അവതാരികയിൽ ജോൺ ലൈഡൻ ഇങ്ങനെ എഴുതി വെച്ചത്. ജോൺ ലൈഡൻ്റെ തോന്നലാണ്, അദ്ദേഹത്തിൻ്റെ ഊഹമാണ് ആധികാരികമായ ചരിത്ര വസ്തുതയായി കർണൽ ശ്രീമാൻ 1858 ഫൈസാബാദ് ഗസറ്റീറിൽ എഴുതിയ ലേഖനത്തിൽ ഉദ്ധരിച്ചത്. അപ്പോൾ ജോൺ ലൈഡനെ റെഫറൻസ് ആക്കി ബാബർ ചക്രവർത്തി അവിടെ പള്ളി പണിതത് അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രം പൊളിച്ചാണ് എന്ന് സ്ഥാപിക്കുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബ്രിട്ടീഷ് ഇൻ്റലിജൻസ് വിഭാഗം അയോധ്യയിലെ ബാബമാരെ, സന്യാസിമാരെയൊക്കെ കണ്ട് അവരോട് രാമനും സീതയുമൊക്കെ ജീവിച്ചത്, രാമൻ ജനിച്ചു വീണത് ഈ ബാബർ പള്ളി നിലനിൽക്കുന്ന സ്ഥാനത്താണ്, അവിടെയാണ് രാമക്ഷേത്രം ഉണ്ടായിരുന്നത്, അവിടെയാണ് ആ ക്ഷേത്രത്തിന് ശ്രീകോവിൽ. അങ്ങനെയാണ് രാമചത്രബുധ എന്ന് പറയുന്ന ബാബറി മസ്ജിദിൻ്റെ പ്രധാന കവാടത്തിൽ തന്നെ ഒരു പൂജാസ്ഥലം രാമചത്രബുധ അനുവദിച്ചത്. അത് അയോധ്യയിലെ മുസ്ലിങ്ങൾക്കിടയിൽ വലിയ വികാരമുണ്ടാക്കി. എത്രയോ വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി തങ്ങളുടെ പൂർവികർ തൊട്ട് ഒരു ജനത ഈ പള്ളിയിലേക്കുള്ള മുഖ്യ വഴിയായി ഉപയോഗിച്ചിരുന്ന സ്ഥലത്തെ രാമപൂജക്കുള്ള സ്ഥലമാക്കി ബ്രിട്ടീഷുകാർ പതിച്ചു കൊടുത്തു. അവിടെ പൂജ നടത്തുന്നതിനായിട്ട് വളരെ വികാരമുണ്ടായി. അങ്ങനെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും അയോധ്യ നിവാസികൾക്കിടയിൽ ഒരു വിള്ളലുണ്ടാകുന്ന സമയത്താണ് ഹിന്ദു മതവിശ്വാസികൾക്കിടയിൽ, അവിടുത്തെ സന്യാസിമാർക്കിടയിൽ വലിയ സ്വാധീനമുണ്ടായിരുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ അയോധ്യയിലെ ജനങ്ങളെ ആകെ അണിനിരത്തുന്നതിന് വലിയ നേതൃത്വപരമായ പങ്ക് വഹിച്ച ബാബ രാംചരൺ ദാസ് രംഗത്ത് വരുന്നത്. അദ്ദേഹം അയോധ്യയിലെ ഹിന്ദുക്കളോട് പറഞ്ഞു, ഇത് ബ്രിട്ടീഷുകാരുടെ കൗശലമാണ്, നമ്മൾ ഏകോദര സഹോദരന്മാരെ പോലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇവിടെ ജീവിച്ചു പോവുകയാണ്, അനാവശ്യമായ ഒരു വിവാദമുണ്ടാക്കി ഭിന്നിപ്പിക്കാനുള്ള അവരുടെ തന്ത്രമാണിത്, ഇത് തിരിച്ചറിയണം. മറുഭാഗത്ത് ഫൈസാബാദ് മൗലവി ബാബ രാംചരൺ ദാസിനെ പോലെ തന്നെ അയോധ്യയിലെയും ഫൈസാബാദിലെയും മുസ്ലിങ്ങൾക്കിടയിൽ വലിയ ആത്മീയ സ്വാധീനമുണ്ടായിരുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ അയോധ്യയിലെയും ഫൈസാബാദിലെയും മുസ്ലിങ്ങളെ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ഒന്നിച്ചണിനിരത്ത് നേതൃത്വം കൊടുത്ത ആളാണ് ഫൈസാബാദ് മൗലവി. രണ്ട് ദേശാഭിമാനികളായ ധീരന്മാരാണ് അവർ. ആ ധീരന്മാരായ
ആത്മീയ നേതാക്കളുടെ മുൻകൈയിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിക്കുക, ഭരിക്കുക എന്ന തന്ത്രത്തിന്റെ ഭാഗമായിട്ട് ബാബറി മസ്ജിദിന്റെ മുഖ്യ കവാടത്തിൽ രാമപൂജയ്ക്ക് സ്ഥലമനുവദിച്ച് തർക്കമുണ്ടാക്കാനുള്ള നീക്കങ്ങൾ, ആ നീക്കങ്ങളെ മനസ്സിലാക്കി ഹിന്ദു സമൂഹം അവിടെ പൂജ നടത്തുന്നതിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തത്. പക്ഷെ ബ്രിട്ടീഷുകാർ ഈ വിഷയത്തെ പല ഘട്ടങ്ങളിലായി ഉയർത്തിക്കൊണ്ടുവന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 1947 47 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെയോ ഈ രാജ്യത്തിന്റെ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന നിലക്ക് തയ്യാറാക്കപ്പെട്ട ഭരണഘടനയോ അംഗീകരിക്കാത്ത ഏക രാഷ്ട്രീയധാര ഹിന്ദുത്വ രാഷ്ട്രീയധാരയാണ്. ആ ഹിന്ദുത്വ രാഷ്ട്രീയധാര ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരു രാജ്യമാണെന്ന് വിശ്വസിച്ച, ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യ എന്ന് വിശ്വസിച്ച മഹാത്മാവാണ് ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കുന്നതിന് തങ്ങൾക്ക് തടസ്സം എന്നതുകൊണ്ട് മഹാത്മാവിനെ വധിച്ചു, ഗാന്ധിജിയെ വധിച്ചു. ഗാന്ധി വധത്തിന് ശേഷം നിരോധിക്കപ്പെടുകയും ഇന്ത്യൻ ജനമനസ്സുകളിൽ വെറുക്കപ്പെടുകയും ചെയ്ത ഒരു സംഘടനയാണ് RSS, ഹിന്ദു മഹാസഭ എന്നൊക്കെ പറയുന്നത്. പക്ഷെ അവർ കോൺഗ്രസിനകത്ത് തങ്ങൾക്കുണ്ടായിരുന്ന സ്വാധീനം, RSSൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് കോൺഗ്രസിൽ അംഗത്വം കൊടുക്കാൻ പാടില്ല. ഗാന്ധി വധത്തിന് ശേഷം AICCയുടെ വർക്കിംഗ് കമ്മിറ്റി എടുത്ത തീരുമാനം. RSSൽ പ്രവർത്തിക്കുന്ന ഒരാൾ കോൺഗ്രസ് മെമ്പറാകാൻ പാടില്ല എന്ന തീരുമാനം നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ 1948 ചേർന്ന AICCയുടെ വർക്കിംഗ് കമ്മിറ്റി എടുത്ത തീരുമാനം. ഗാന്ധി വധത്തെ തുടർന്ന് നിരോധിക്കപ്പെട്ട പ്രതിസ്ഥാനത്ത് വന്ന സംഘടനയാണ് RSS. എന്നാൽ എന്താ സംഭവിച്ചത്? നെഹ്റു വിദേശ പര്യടനത്തിന് പോയ അവസരം നോക്കി AICCയുടെ വർക്കിംഗ് കമ്മിറ്റി വിളിച്ച് നേരത്തെ RSSകാർക്കും ഹിന്ദു മഹാസഭക്കാർക്കും കോൺഗ്രസിൽ അംഗത്വം കൊടുക്കാൻ പാടില്ല എന്ന വർക്കിംഗ് കമ്മിറ്റിയുടെ തീരുമാനം റദ്ദ് ചെയ്തു. RSSകാർക്കും ഹിന്ദു മഹാസഭക്കാർക്കും കോൺഗ്രസിൽ അംഗങ്ങളാവാം എന്ന് വന്നു. വിദേശ പര്യടനമൊക്കെ കഴിഞ്ഞ് നെഹ്റു തിരിച്ചു വന്നതിന് ശേഷം ഈ കാര്യം മനസ്സിലാക്കി AICCയുടെ യോഗം വിളിക്കാനും ഗാന്ധിഘാതകരായ ഒരു പ്രസ്ഥാനത്തിന്റെ പ്രതിനിധികൾ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ഉണ്ടാവരുത് എന്ന നിർബന്ധം നെഹ്റു പ്രകടിപ്പിച്ചു. അതവിടെ നിൽക്കട്ടെ. ഗാന്ധിവാദത്തെ തുടർന്ന് ഒറ്റപ്പെട്ടു പോയ RSS ഹിന്ദു മഹാസഭയും പിന്നീട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വെള്ളം കലക്കി കടന്നു വരാനാണ് ശ്രമിച്ചത്. അങ്ങനെയാണ് അവര് 1949 ഒരു രാമായണ മാസാചരണത്തിന്റെ ഒടുവിലത്തെ ദിവസം, ഒരു ഡിസംബർ 22 പള്ളിയിലേക്ക് രാമന്റെയും സീതയുടെയും ഒക്കെ വിഗ്രഹങ്ങൾ ഒളിച്ചു കടത്തി കൊണ്ടുവെക്കുന്നത്. അതിന് നേതൃത്വം കൊടുത്ത ആളാണ് അയോധ്യയിലെ ഹിന്ദു മഹാസഭയുടെയും കോൺഗ്രസിന്റെയും നേതാവായ ബാബ രാഘവദാസ്. ആ ബാബ രാഘവദാസിന്റെ നേതൃത്വത്തിലാണ് അന്നത്തെ ഫൈസാബാദ് ഡിസ്ട്രിക്ട് കലക്ടറായിരുന്ന മലയാളി കൂടിയായിട്ടുള്ള KK നായരുടെ ഒത്താശയോടുകൂടി പള്ളിക്കകത്ത് രാമന്റെയും സീതയുടെയും ഒക്കെ വിഗ്രഹങ്ങൾ അതിക്രമിച്ച് കടന്ന് സ്ഥാപിച്ചത്. സ്ഥാപിച്ച വിഗ്രഹങ്ങളൊക്കെ സ്വയംഭൂവായതാണ്. രാമനും സീതയും ഒക്കെ പള്ളിക്കകത്ത് സ്വയംഭൂവായി. കാരണം അത് യഥാർത്ഥത്തിൽ രാമക്ഷേത്രമാണ് എന്ന നുണക്കഥകൾ പ്രചരിപ്പിക്കാനാണ് സംഘപരിവാർ ശ്രമിച്ചത്. ആ ഒരു സന്ദർഭത്തിലാണ് അന്നത്തെ UP മുഖ്യമന്ത്രിയായിരുന്ന ഗോവിന്ദ് വല്ലഭ് പന്ത് നമ്മുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ വിളിച്ചു പറയുന്നത്, ഇതാ ഇവിടെ രാമന്റെയും സീതയുടെ വിഗ്രഹങ്ങൾ സ്വയംഭൂവായിരിക്കുന്നു, എന്താ ചെയ്യേണ്ടതെന്ന്. നെഹ്റു ഹിന്ദു മഹാസഭക്കാരൻ കൂടിയായിരുന്ന കോൺഗ്രസിന്റെ UP മുഖ്യമന്ത്രി ഗോവിന്ദ് വല്ലഭ് പന്തിനോട് പറഞ്ഞത്, അങ്ങ് തെറ്റിദ്ധാരണക്ക് കൂട്ടുനിൽക്കരുത് എന്നാണ്. രാമന്റെയും സീതയുടെയും വിഗ്രഹങ്ങൾ പള്ളിക്കകത്ത് സ്വയംഭൂവായതല്ല, അത് ഒളിച്ചു കടത്തി സ്ഥാപിച്ചതാണ്. ഒളിച്ചു കടത്തി സ്ഥാപിച്ച വിഗ്രഹങ്ങൾ എടുത്ത് സരയൂ നദിയുടെ പ്രവാഹഗതിയിലേക്ക് എറിഞ്ഞു കളയണമെന്ന കർശനമായ നിർദ്ദേശമാണ് മതേതരവാദിയായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു കോൺഗ്രസ്സുകാരനായ UP മുഖ്യമന്ത്രി ഗോവിന്ദ് വല്ലഭ് പന്തിന് നൽകിയത്. പക്ഷെ പന്ത് നെഹ്റുവിനെ ധിഖരിച്ചുകൊണ്ട് ഈ വിഗ്രഹങ്ങൾ അവിടെ തന്നെ സ്ഥാപിച്ച് ഇത് ഡിസ്പ്യൂട്ടാണ്, തർക്കഭൂമിയാണെന്ന് പറഞ്ഞ് അടച്ചിടാനാണ് തീരുമാനിച്ചത്. ആരാണ് ഈ ബാബ രാഘവദാസ്? 1948 ഫൈസാബാദ് ലെജിസ്ലേറ്റീവ് കൗൺസിലിനെ പ്രതിനിധീകരിച്ച് UPയിലെ അസംബ്ലിയിൽ ഉണ്ടായിരുന്ന കോൺഗ്രസ് MLA ആണ് മിസ്റ്റർ ആചാര്യ നരേന്ദ്രദേവ്. അദ്ദേഹം 48ഓടുകൂടി കോൺഗ്രസ് അവസാനിപ്പിച്ച് ജയപ്രകാശ് നാരായണന്റെ രാഷ്ട്രീയ കക്ഷിയായ സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ ചേർന്നു. അപ്പോൾ ഒരു രാഷ്ട്രീയ ധാർമ്മികത വെച്ച് ആചാര്യ നരേന്ദ്രദേവ് തൻ്റെ MLA സ്ഥാനം രാജിവെച്ചു. അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നു. ആ ഉപതെരഞ്ഞെടുപ്പിൽ ഫൈസാബാദ് മണ്ഡലത്തിൽ നിന്ന് ആചാര്യ നരേന്ദ്രദേവ് മത്സരിച്ചു. പന്തും കൂട്ടരും കോൺഗ്രസ് ഹിന്ദു മഹാസഭാ നേതാക്കൾ ആലോചിച്ചു ആചാര്യ നരേന്ദ്രദേവിനെ
അയോധ്യ ഉൾക്കൊള്ളുന്ന ഫൈസാബാദ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ എങ്ങനെ തോൽപ്പിക്കാം? അങ്ങനെയാണ് അവര് ഹിന്ദു മഹാസഭക്കാരൻ കൂടിയായിട്ടുള്ള മിസ്റ്റർ ബാബ രാഘവദാസിനെ ആചാര്യ നരേന്ദ്രനേവിനെതിരായിട്ട് സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നത്. അപ്പോൾ എന്തായി കോൺഗ്രസ്, എന്തായി ഹിന്ദു മഹാസഭ എന്ന വ്യത്യാസമുണ്ടായിരുന്നില്ല. കോൺഗ്രസ് തന്നെയായിരുന്നു ഹിന്ദു മഹാസഭ, കോൺഗ്രസ് തന്നെയായിരുന്നു RSSന്റെയും നേതാക്കൾ. അന്ന് RSSന് കൃത്യമായ ഒരു രാഷ്ട്രീയ മുഖം, പിന്നീടാണ് ജനസംഘം ഉണ്ടായിരുന്നില്ല. കോൺഗ്രസ് തന്നെയായിരുന്നു RSSകാർ പ്രവർത്തിച്ചിരുന്നത്. ഈ ബാബ രാഘവദാസാണ് പിന്നീട് ബാബരി മസ്ജിദിനകത്തേക്ക് വിഗ്രഹങ്ങൾ ഒളിച്ചു കടത്തുന്നതിന് നേതൃത്വം കൊടുത്തത്. 1949 തർക്കഭൂമിയായി അടച്ചിട്ട ബാബരി മസ്ജിദ് അതിൻ്റെ പതനത്തിൻ്റെ 32ാം വർഷത്തിൽ ആ ദുഃഖകരമായ ആ കറുത്ത ദിനത്തെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ ആരാണ് തർക്കഭൂമി തുറന്നു കൊടുക്കാൻ നേതൃത്വം കൊടുത്തത്? RSSന് BJP തന്നെ വേണമെന്നില്ല, അതിൻ്റെ രാഷ്ട്രീയം നടപ്പാക്കാൻ കോൺഗ്രസ് ആയാലും മതി. 1984 ഇന്ദിരാവാദത്തിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ RSS പിന്തുണച്ചത് BJP അല്ല, RSS പിന്തുണച്ചത് രാജീവ് ഗാന്ധിയാണ്. രാജീവ് ഗാന്ധിയുമായിട്ടുള്ള ധാരണ അതനുസരിച്ച് രാജീവ് ഗാന്ധി അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ 1984 ആരംഭിച്ചത് അയോധ്യയിലെ ഈ നഗരത്തു നിന്നാണ്. അദ്ദേഹം അവിടെ പ്രഖ്യാപിച്ചത് ഞാൻ അധികാരത്തിൽ വന്ന രാമരാജ്യം സ്ഥാപിക്കും എന്നാണ്. അപ്പോൾ രാമന് വേണ്ടി ഒരു വോട്ട് ചോദിച്ചു രാജീവ് ഗാന്ധി. RSSകാർ രാജീവ് ഗാന്ധിക്ക് വോട്ട് ചെയ്തു. അങ്ങനെയാണ് 1986 ഫൈസാബാദിലെ ഒരു മുൻസിഫ് കോടതിയുടെ വിധിയെ തുടർന്ന് ബാബരി മസ്ജിദ് ഹിന്ദുത്വവാദികൾക്ക് തുറന്നു കൊടുത്തത്. 49 തർക്കഭൂമിയാണെന്ന് പറഞ്ഞ് പൂട്ടിയിട്ട പള്ളിയുടെ താക്കോൽ ഹിന്ദുത്വവാദികളുടെ കൈകളിൽ ഏൽപ്പിക്കാനുള്ള തീരുമാനമെടുത്തത് മിസ്റ്റർ രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ. അന്ന് UPയുടെ മുഖ്യമന്ത്രി നാരായൺ ധർമാനന്ദ് തിവാരി, ND തിവാരിയ. പിന്നീട് തിവാരി വയസ്സുകാലത്ത് BJP ആയി, ഗവർണറായി BJPയുടെ. ND തിവാരിയും രാജീവ് ഗാന്ധിയുമാണ് ബാബരി മസ്ജിദ് തുറന്നു കൊടുക്കാൻ തീരുമാനമെടുത്തത്. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യാനന്തര ചരിത്രത്തിൽ നിരവധി കേസുകളുള്ള ഫൈസാബാദ് തൊട്ട് അങ്ങ് സുപ്രീം കോടതി വരെ നിരവധി ഡിസ്പ്യൂട്ടുകൾ നിലനിൽക്കുന്ന ഒരു സംഭവത്തിൽ ഹിന്ദുത്വ പ്രീണനയത്തിന്റെ ഭാഗമായിട്ട് ഹിന്ദു വർഗീയതക്ക് വഴങ്ങിക്കൊണ്ടാണ് രാജീവ് ഗാന്ധിയും തിവാരിയും അന്ന് തുറന്നു കൊടുക്കാൻ തീരുമാനമെടുത്തത്. 1989 ബാബരി മസ്ജിദിന്റെ 3 കുംഭഗോപുരങ്ങളും ഉയർന്നു നിൽക്കുന്ന ഭൂമിയിൽ തന്നെ ശിലാന്യാസം നടത്താൻ ആരാണ് അനുമതി കൊടുത്തത് ഹിന്ദുത്വവാദികൾക്ക്? രാജീവ് ഗാന്ധിയുടെ ഗവൺമെന്റാണ്. അപ്പോഴും ND തിവാരിയാണ് UPയിലെ മുഖ്യമന്ത്രി. ഈ രാജ്യത്തെ ജനാധിപത്യവാദികളാകെ അനുമതി കൊടുക്കരുത്, രാജ്യത്താകെ പൂജ നടത്തിക്കൊണ്ടുവരുന്ന രാമശിലകൾ എന്ന് പറഞ്ഞ് ശിലാന്യാസത്തിന് വരുന്ന ആളുകള് നിയമം ലംഘിച്ച് പള്ളി നിൽക്കുന്ന സ്ഥലം കടന്നു പിടിക്കുകയാണ്, അത് അതിക്രമിച്ച് കയറുകയാണ്, അവിടെ പൂജക്ക് അനുവദിക്കരുത് എന്ന് പറഞ്ഞു. പക്ഷെ രാജീവ് ഗാന്ധിയും അന്നത്തെ UP സർക്കാരും, കോൺഗ്രസിന്റെ സർക്കാരാണ് അവിടെ, BJPയുടെ സർക്കാരല്ല, എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു. ഈ ഒരു ഹിന്ദുത്വാനുകൂലമായ ഇന്ത്യൻ ഭരണകൂടത്തിന്റെ ആ ഭരണകൂടത്തെ നയിച്ചത് കോൺഗ്രസ് ആവട്ടെ BJP ആവട്ടെ, രണ്ടായാലും അവർ ഹിന്ദുത്വ വർഗീയ അജണ്ടയിൽ നിന്നുകൊണ്ട് ബാബരി മസ്ജിദ് തകർക്കാനുള്ള സംഘപരിവാറിന്റെ എല്ലാ നീക്കങ്ങൾക്കും ഭരണപരമായ അഡ്മിനിസ്ട്രേറ്റീവായ എല്ലാ സഹായങ്ങളും അത് എക്സിക്യൂട്ടീവിന്റെ ഭാഗത്ത് നിന്ന് എല്ലാ കാലത്തും ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 1991 മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വന്നതോടുകൂടിയാണ് സംഘപരിവാറുകാർ മനുവാദത്തിൽ മനുസ്മൃതിയിൽ അഭിരമിക്കുന്ന പിന്നോക്കക്കാരും ദളിതരും ഒക്കെ തന്നെ മനുഷ്യരാണെന്ന് പോലും അംഗീകരിക്കാത്ത ഒരു പ്രത്യയശാസ്ത്രം അഭിരമിക്കുന്ന സംഘപരിവാറുകാർ, സവർണ ഹിന്ദുത്വവാദികൾ പ്രകോപിതരായത്. അങ്ങനെയാണ് BJP 91 ഇന്ത്യൻ പാർലമെന്റിൽ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ടുവന്ന് പിന്നോക്ക ജാതിക്കാർക്ക് 27% സംവരണം ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി പ്രഖ്യാപിച്ച VP സിംഗിന്റെ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത് BJPയാണ്. BJP കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ 1991 ഇന്ത്യൻ പാർലമെന്റിൽ പിന്തുണച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാ. അങ്ങനെയാണ് VP സിംഗിനെ ഗവൺമെന്റിനെ അട്ടിമറിച്ച് പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ ശ്രീമാൻ നരസിംഹറാവു അധികാരത്തിൽ വരുന്നത്.
മണിശങ്കരയ്യർ പിക്കാലത്ത് ഈ സമീപകാലത്ത് പറഞ്ഞത് BJPയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി അല്ല, മിസ്റ്റർ നരസിംഹറാവു എന്നാണ്. അന്വർത്ഥമാണത്. BJPയുടെ RSSന്റെ അജണ്ടയനുസരിച്ച് 1992 ബാബരി മസ്ജിദ് തകർക്കുന്നതിന് ദേശവ്യാപകമായി RSS സംഘപരിവാർ ഉണ്ടാക്കിയ ഉന്മാദപൂർണമായ വർഗീയ ക്യാമ്പയിനുകൾക്ക് എല്ലാ സംരക്ഷണവും സഹായവും നൽകിയത് മിസ്റ്റർ നരസിംഹറാവു ആണ്. അയോധ്യയിലേക്ക് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ വന്ന കർസേവകർ പള്ളി പൊളിക്കൂന്ന് ഉറപ്പായിരുന്നു. പള്ളി സംരക്ഷിക്കണമെന്ന് ദേശീയോദ്ഗ്രഥന സമിതിയും പാർലമെന്റിന്റെ ഇരുമണ്ഡലങ്ങളും സുപ്രീം കോടതി വരെ കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞത്. എന്താ കേന്ദ്ര സർക്കാരിനോട് പറയാൻ കാരണം? UP ഭരിക്കുന്നത് പള്ളി പൊളിക്കണമെന്ന് പറയുന്ന പാർട്ടിയാ. കല്യാൺ സിംഗിന്റെ നേതൃത്വത്തിലുള്ള BJP സർക്കാരാണ്. എന്ന് മാത്രമല്ല, പിൽക്കാലത്ത് പുറത്തു വന്ന ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളുണ്ട്. അന്നത്തെ കല്യാൺ സിംഗ് എന്ന് പറയുന്ന UP മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി മിസ്റ്റർ നിർഭേന്ദ്ര മിശ്ര, ആ നിർഭേന്ദ്ര മിശ്ര CIAയുടെ ഉന്നത ഉദ്യോഗസ്ഥരുമായി 2 തവണ കൂടിക്കാഴ്ച നടത്തുകയും ബാബരി മസ്ജിദ് തകർക്കുന്നതിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഹിന്ദുത്വവാദികൾക്ക് അതുവഴി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മിലിറ്റന്റ് ഹിന്ദുയിസത്തിന് ആധിപത്യമുണ്ടാക്കാനും ഇന്ത്യൻ ഭരണകൂടത്തെ തങ്ങളുടെ നവലിബർ മൂലധന താല്പര്യങ്ങൾക്കനുസൃതമായ രീതിയിൽ അത് നടപ്പാക്കുന്ന, അതിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ഭരണകൂട സംവിധാനം ഇന്ത്യയിൽ ഉണ്ടാക്കാൻ, ഒരു സർക്കാർ ഉണ്ടാക്കാൻ, അത്തരമൊരു ലക്ഷ്യത്തോടുകൂടി ഭൂരിപക്ഷ സാമുദായിക ധ്രുവീകരണവും ഭൂരിപക്ഷതാവാദവും ഉയർത്തിക്കൊണ്ടുവരാൻ ഹിന്ദുത്വവാദികൾക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് അമേരിക്കൻ CIA ആണ്. ബാബരി മസ്ജിദ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ തർക്കപ്രശ്നമാക്കി ഇന്ത്യയിൽ മധ്യകാല യൂറോപ്പിന് സമാനമായ കുരിശുയുദ്ധകാലത്തിന് സമാനമായ ആരാധനാലയ തർക്കങ്ങളുടെ ഉന്മാദം, വർഗീയതയുടെ ധ്രുവീകരണം, ഇതെല്ലാം ഈ രാജ്യത്തുണ്ടാക്കാനുള്ള ഡീസ്റ്റെബിലൈസേഷൻ്റെതായിട്ടുള്ള ഒരു അജണ്ട കൊണ്ടുവന്നത് BJP വഴി RSS വഴി നടപ്പാക്കുന്നതിനുള്ള പദ്ധതി സ്വീകരിച്ചത് CIA ആണ്. നിർഭേന്ദ്ര ശർമ്മ CA ആയിട്ട് ചർച്ച നടത്തിയതായിട്ടുള്ള വിവരം ഇതെല്ലാം പുറത്തു വരുന്ന ഒരു സന്ദർഭത്തിൽ കേന്ദ്ര സർക്കാർ വളരെ ഉത്തരവാദിത്വപൂർവ്വം പെരുമാറണമായിരുന്നു. പക്ഷെ പള്ളി പൊളിക്കാൻ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. പള്ളി പൊളിച്ചതിന് ശേഷം ലോകത്ത് മറ്റൊരു രാജ്യത്തും ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടാവില്ല. അത്രയും ഭീകരമായ ഒരു അപരാധം ന്യൂനപക്ഷങ്ങളോട് മാത്രമല്ല, ഇന്ത്യയുടെ മതേതര പാരമ്യത്തോട്, ഇന്ത്യ പുലർത്തുന്ന ആധുനികതയുടെയും സഹിഷ്ണുതയുടേതുമായ ഒരു രാഷ്ട്രീയ സംസ്കാരത്തോടാണ് ഒരു ന്യൂനപക്ഷ വിഭാഗത്തിന്റെ 400 ചില്ലാനം വർഷക്കാലം അവർ തുടർച്ചയായി ആരാധിച്ചു പോന്ന ഒരു ആരാധനാലയം തകർക്കുക വഴി ഇന്ത്യയിലെ ഹിന്ദുത്വവാദികൾ ഭീഷണി ഉയർത്തിയത്. ആ ഹിന്ദുത്വവാദികൾക്കൊപ്പം നിന്നും അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കോൺഗ്രസ്സുകാരനായിട്ടുള്ള നരസിംഹറാവു. കോൺഗ്രസിൽ നിന്ന് നരസിംഹറാവുവിനെതിരായിട്ട് എന്തെങ്കിലും വിമർശനം വന്നോ? ഈ ഘട്ടത്തിൽ ഒരു വിമർശനവും വന്നില്ല. കോൺഗ്രസിനെ, നരസിംഹറാവു സർക്കാരിനെ സപ്പോർട്ട് ചെയ്ത ആളുകളാണ് മുസ്ലിം ലീഗിന്റെ സുഹൃത്തുക്കൾ. മുസ്ലിം ലീഗുകാർ നരസിംഹറാവുവിനെ വിമർശിച്ചോ? മുസ്ലിം ലീഗുകാർ നരസിംഹറാവുവിനെ വിമർശിച്ചില്ല. പള്ളി പൊളിച്ചു കഴിഞ്ഞപ്പോഴും പള്ളി പൊളിക്കാൻ ആവശ്യമായ രീതിയിൽ പള്ളി നിലനിൽക്കുന്ന സ്ഥലത്ത് ശിലാന്യാസം നടത്തിയപ്പോഴുമൊക്കെ കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ ജിഹ്വയായ ചന്ദ്രിക അതിനെയെല്ലാം ന്യായീകരിക്കുക ചെയ്തത്. ശിലാന്യാസം നടത്തിയത് ബാബരി മസ്ജിദ് നിലനിൽക്കുന്ന സ്ഥലത്തല്ല എന്ന കള്ള വാർത്ത വരെ ഫ്രണ്ട് പേജിൽ ഹൈലൈറ്റ് വാർത്തയായിട്ട് കൊടുത്തവരാണ് മുസ്ലിം ലീഗിന്റെ സുഹൃത്തുക്കൾ. എന്നിട്ടിപ്പോൾ CPM മുസ്ലിം വിരുദ്ധമാണെന്നൊക്കെ വലിയ പ്രചരണം നടത്തി മതരാഷ്ട്രവാദികളായ ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ രാഷ്ട്രീയ അജണ്ടയിൽ കളിക്കുകയാണ് ഇവിടുത്തെ മുസ്ലിം ലീഗ് നേതൃത്വം. പക്ഷെ ചരിത്രം അവരെ വെറുതെ വിടാൻ പോകുന്നില്ല. ചരിത്രം ബാബരി മസ്ജിദ് തകർച്ച ചർച്ച ചെയ്യുന്ന കാലത്തോളം കോൺഗ്രസിനെ പോലെ തന്നെ നരസിംഹറാവു സർക്കാരിനെ സപ്പോർട്ട് ചെയ്ത, നരസിംഹറാവു സർക്കാരിന്റെ ബാബരി മസ്ജിദ് തകർക്കാനുള്ള ഹിന്ദുത്വവാദികളുമായിട്ടുള്ള ഗൂഢാലോചനയെ ചോദ്യം ചെയ്യാതെ അതിന് കീഴടങ്ങിക്കൊടുത്ത സുലൈമാൻ സേട്ടുവിനെ പോലുള്ള ലീഗിന്റെ സമുന്നതനായ ഒരു നേതാവ് ഈ കാര്യം ഓർമ്മപ്പെടുത്തിയിട്ടും അദ്ദേഹത്തെ ലീഗിൽ നിന്ന് പുറത്താക്കി കോൺഗ്രസിന്റെ ഹിന്ദുത്വവാദികളുമായുള്ള ഗൂഢാലോചനപരമായ നീക്കങ്ങൾക്ക് പിന്തുണ കൊടുത്തവരാണ് കേരളത്തിലെ മുസ്ലിം ലീഗ് പാർട്ടി. അവർക്ക് ചരിത്രത്തിൽ ഇതിന് ഉത്തരം പറയേണ്ടി വരും. ചരിത്രം അവരെ വെറുതെ വിടാൻ പോകുന്നില്ല. 92 ബാബരി മസ്ജിദ് തകർത്തു. അതിനുശേഷം ഇന്ത്യ രാജ്യത്ത് ബാബരി മസ്ജിദ് തകർത്ത ആ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച ജസ്റ്റിസ് ലിബറാൻ കമ്മീഷൻ ശരിയായി നിരീക്ഷിച്ചതുപോലെ ഈ മഹാരാജ്യത്തെ വർഗീയ ധ്രുവീകരണത്തിന്റെ തീരങ്ങളിലേക്ക്, ഭ്രാന്തമായ വിഭജന വിദ്വേഷ രാഷ്ട്രീയ സംസ്കാരത്തിലേക്ക് തള്ളിവിട്ടത് ബാബരി മസ്ജിദിന്റെ തകർച്ചയാണ്. അതുവഴിയാണ് ഈ രാജ്യത്ത് വിഭജനവും വിദ്വേഷവും ഉണ്ടാക്കുന്ന ഒരു പൊളിറ്റിക്കൽ അജണ്ട മിലിറ്റന്റ് ഹിന്ദുയിസം എന്ന് പറയുന്ന VHPയും RSSും ഒക്കെ അടങ്ങുന്ന സംഘപരിവാർ എല്ലാ തലങ്ങളിലും അടിച്ചുവിട്ടത്. ഇന്നിപ്പോ ദേശീയ അധികാരത്തിലെത്തുകയാണ്. പശുവിൻ്റെ പേരിൽ, പ്രണയത്തിൻ്റെ പേരിൽ, ഭൂമിയുടെ പേരിൽ
എല്ലാം തന്നെ എന്താണ്? ജിഹാദികൾക്കെതിരായ പോരാട്ടം എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങളെ ടാർഗറ്റ് ചെയ്യുന്ന കൊലയാളി സംഘങ്ങൾ രാജ്യമാകെ അഴിഞ്ഞാടുകയാണ്. ബാബറി മസ്ജിദ് തകർത്ത അതേ രീതിശാസ്ത്രം ഉപയോഗിച്ചാണ് ഇന്ന് സംഘപരിവാറിന്റെ ക്രിമിനലുകൾ സമ്പലിലെ യുപിയിലെ യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന യുപിയിലെ സമ്പലിലെ ചരിത്രപ്രസിദ്ധമായ ഷാഹി മസ്ജിദ് തകർക്കാൻ നീക്കം നടക്കി തുടങ്ങിയിരിക്കുന്നത്. ബാബരി മസ്ജിദിന്റെ വിധി തന്നെയാണ് ശമ്പലിലെ ഷാഹി മസ്ജിദിനെയും കാത്തിരിക്കുന്നത് എന്ന് നമ്മൾ കാണണം. ഒരു സുപ്രഭാതത്തിൽ RSSകാര് സമ്പലിലെ കോടതിയെ സമീപിക്കുക. ഇത് പള്ളിയല്ല, മസ്ജിദല്ല, ഇവിടെ ബാബർ ചക്രവർത്തി ഒരു കൽക്കി ക്ഷേത്രം പൊളിച്ചിട്ടാണ് പള്ളി പണിതത്, അതുകൊണ്ട് അവിടെ കൽക്കി ക്ഷേത്രം ഉണ്ടാക്കണം, അതിനെന്താണ് പള്ളി പൊളിക്കണം. അപ്പോൾ കോടതി ഈ പരാതി, ഈ ഹർജി സ്വീകരിച്ച് ഉടനെ അഡ്വക്കേറ്റ് കമ്മീഷനെ വെച്ച് സർവേക്ക് ഉത്തരവിടുക. ഈ സർവേ സംഘത്തോടൊപ്പം സമ്പലിലെ പള്ളിയിൽ ഷാഫി മസ്ജിദിനകത്തേക്ക് കയറിയ RSSകാരാണ് അവിടെ വലിയ പ്രകോപനം സൃഷ്ടിച്ചത്. രാജ്യത്തിൻ്റെ നീതിന്യായ സംവിധാനം ഹിന്ദുത്വവാദികളുമായി ചേർന്ന് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ തന്നെ പരിഹാസ്യമാക്കുന്നതാണ് നമ്മൾ കണ്ടത്. പള്ളിക്കകത്തേക്ക് സർവേ സംഘം അനുവാദമില്ലാതെ പ്രവേശിക്കാൻ ശ്രമിച്ചപ്പോൾ മുസ്ലിം മതവിശ്വാസികൾ, സമ്പലിലെ സാധാരണ ആളുകൾ അത് തടഞ്ഞു. തടഞ്ഞ ആളുകൾക്ക് നേരെ പോലീസ് വെടിവെച്ചു. അങ്ങനെയാണ് 3 പേർ ആ സ്പോട്ടിലും, ഇപ്പോൾ 2 പേർ കൂടി, 5 പേരെയാണ് വെടിവെച്ചുകൊണ്ട് തങ്ങളുടെ വിശ്വാസാനുഷ്ഠാനത്തിൻ്റെ ഭാഗമായി, തങ്ങളുടെ ആത്മാവിൻ്റെ ഭാഗമായി, ഹൃദയത്തിൻ്റെ ഭാഗമായി കാണുന്ന ഒരു ആരാധനാലയം. മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസത്തിൻ്റെ സാക്ഷാത്കാരമാണ് ആരാധന. ആ രീതിയിൽ ആരാധനയ്ക്കും ആരാധനാലയങ്ങൾക്കും വിശുദ്ധമായ ഒരാത്മീയ സ്വാധീനം മതവിശ്വാസികളിലുണ്ട്. ആ മതവിശ്വാസികളുടെ അവരുടെ ഹൃദയമായി കാണുന്ന ആരാധനാലയം അതിക്രമിച്ച് കടന്ന് അവിടെ സർവേ നടത്താനുള്ള നീക്കം തടഞ്ഞവരെ RSSകാരും പോലീസുകാരും ചേർന്ന് ഭീകരമായി മർദ്ദിക്കുകയും വെടിവെച്ചു കൊല്ലുകയും ചെയ്തു. നാം ആലോചിക്കണം, ഈ 21ാം നൂറ്റാണ്ടിൽ ആധുനിക ജനാധിപത്യം ലോകമാകെ അംഗീകരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തീവ്ര വലതുപക്ഷത്തിൻ്റെ ഹിന്ദുത്വമുഖമായിരിക്കുന്ന സംഘപരിവാർ ഇന്ത്യ രാജ്യത്ത് എല്ലാ നീതിന്യായ നിയമവ്യവസ്ഥകളെയും വെല്ലുവിളിച്ചുകൊണ്ട് ഒരു വിശ്വാസി സമൂഹം നൂറ്റാണ്ടുകളായി തങ്ങളുടേതായി എന്ന് കരുതി നിസ്കരിച്ചു പോരുന്ന, ആരാധിച്ചു പോരുന്ന ഒരു പള്ളി പൊളിക്കാൻ നീക്കം നടത്തുന്നു. ഇത് സമ്പൽ കൊണ്ട് അവസാനിക്കുമോ? ഇല്ല. ഇപ്പം എന്താണ് നമ്മൾ കാണുന്നത്? അജ്മീറിലെ ദർഗ, അതും എന്താണ് ഏതോ ഹിന്ദു ആരാധനാലയം പൊളിച്ചുണ്ടാക്കിയതാണെന്ന വാദം വരികയാണ്. അതേപോലെ തന്നെ ഡൽഹിയിലെ ജുമാ മസ്ജിദ്, ചരിത്രപ്രസിദ്ധമായ ജുമാ മസ്ജിദ്, അതും പൊളിക്കണമെന്ന വാദം RSSകാർ ഉയർത്തുകയാണ്. ബാബരി മസ്ജിദ് തകർത്ത ഉടനെ തന്നെ ഉയർത്തിയത് കാശിയിലെ ഗ്യാംബാബി മസ്ജിദാണ്. തൊട്ടടുത്ത് കിടക്കുന്ന മധുരയിലെ ഈദ്ഗാഹ് മസ്ജിദാണ്. അപ്പോൾ ഈ രാജ്യത്ത് കൃഷ്ണൻ്റെ, രാമൻ്റെ, ശിവൻ്റെ ഈ ത്രിമൂർത്തികളുടെ ക്ഷേത്രങ്ങൾ മോചിപ്പിച്ച് ആയിരക്കണക്കിന് മുസ്ലിം ആരാധനാലയങ്ങൾ തകർത്ത്, അതെല്ലാം തന്നെ ചരിത്രത്തിൻ്റെ പല കാലഘട്ടങ്ങളിൽ ഹിന്ദുക്കൾക്ക് നഷ്ടപ്പെട്ടു പോയതാണ്, മുസ്ലിം ചക്രവർത്തിമാർ പിടിച്ചെടുത്തതാണ് എന്ന വ്യാജ കഥകൾ പ്രചരിപ്പിച്ച് ആരാധനാലയ തർക്കങ്ങളുടെ കുരിശുയുദ്ധങ്ങൾക്ക് സമാനമായ ഒരു വർഗീയതയുടെ ഉന്മാദം പടർത്താനാണ് സംഘപരിവാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ അതിശക്തമായി ചോദ്യം ചെയ്യാനും പ്രതിരോധിക്കാനും കഴിയണം. സംഘപരിവാറിൻ്റെ ഇത്തരം രാഷ്ട്രീയ അജണ്ടക്കെതിരായി നാം നിഷ്ക്രിയമായി കഴിഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ സെക്കുലർ ഫാബ്രിക്കിനെ, മതേതര ഘടനയെ തകർത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളുമൊക്കെ പരസ്പരം ശത്രുതയോടുകൂടി ഏറ്റുമുട്ടുന്ന, സംഘർഷങ്ങളുടെ ചോരപ്പുഴയൊഴുകുന്ന ഒരു നാടാക്കി ഇന്ത്യയെ അവർ മാറ്റും. അവർക്ക് ലഭ്യമായ ദേശീയ അധികാരം ഉപയോഗിച്ച് തീവ്ര മൂലധന താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഹിന്ദു മുസ്ലിം വിഭജനമുണ്ടാക്കി രാജ്യത്ത് കുഴപ്പമുണ്ടാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അത് ഹിന്ദു മുസ്ലിം വിഭജനം മാത്രമല്ല, അത് മണിപ്പൂരിലാണെങ്കിൽ ക്രിസ്ത്യൻ ഹിന്ദു വിഭജനമാണ്. കുക്കി മൈതൈ വിഭജനം എന്ന രീതിയിൽ വരുന്നത് ഹിന്ദു ക്രിസ്ത്യൻ വിഭജനമാണ്. രാജ്യത്തെ മതങ്ങളുടെ അടിസ്ഥാനത്തിൽ വിഭജിക്കുകയും മതാധികാരത്തിൻ്റെതായ ഒരു രാഷ്ട്രീയ അവസ്ഥയിലേക്ക്, ഹിന്ദു രാഷ്ട്ര സാക്ഷാത്കാരത്തിലേക്ക് നടന്നു നീങ്ങാനുമാണ് RSSും സംഘപരിവാറും ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഈ ബാബറി മസ്ജിദിൻ്റെ 32ാം വാർഷിക ദിനം, നമ്മുടെ ചരിത്രത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ ഒരു അപരാധത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന ഈ ദിവസം മതനിരപേക്ഷ ജനാധിപത്യവാദികൾ ഹിന്ദുത്വ രാഷ്ട്രീയ അജണ്ടയിൽ നിന്ന് വരുന്ന സംഘപരിവാറിൻ്റെ ആരാധനാലയ തർക്കങ്ങളെ തിരിച്ചറിയണം. വിദ്വേഷവും വിഭജനവും
ഭൂരിപക്ഷ ധ്രുവീകരണവും ഉണ്ടാക്കുന്ന മെജോറിറ്റിനിസത്തിൻ്റെതായ ഈ നവഫാസിസ്റ്റ് തന്ത്രങ്ങളെ മനസ്സിലാക്കി അതിനെ പ്രതിരോധിക്കാനുള്ള ശക്തമായ ഇടപെടലുകൾ നടത്തണം. വിട്ടുവീഴ്ച ചെയ്തവർ, അനുരഞ്ജനപ്പെട്ടു പോയവർ, ഈ രാജ്യത്തെ ന്യൂനപക്ഷ മതവിശ്വാസികളെയും മതനിരപേക്ഷകരെയും ഒറ്റിക്കൊടുത്തവർ, ചരിത്രത്തിൽ വഞ്ചനാപരമായ നിലപാടുകൾ സ്വീകരിച്ചവർ എല്ലാവരും വിചാരണ ചെയ്യപ്പെടാൻ കഴിയുന്ന രീതിയിൽ ചരിത്രബോധത്തിൻ്റെയും വസ്തുതകളുടെയും വിവരങ്ങളുടെയുമായിട്ടുള്ള ഒരു വലിയ സംവാദം ഈ രാജ്യത്ത് ജനാധിപത്യ സംസ്കാരത്തെ, മതനിരപേക്ഷ സംസ്കാരത്തെ മുൻനിർത്തി ഉയർത്തിക്കൊണ്ടുവരാൻ എല്ലാ ജനാധിപത്യവാദികളും ഒന്നിച്ചു നീങ്ങേണ്ട സന്ദർഭമാണ് ഇത്. ബാബറി മസ്ജിദ് അതാണ് നമ്മളോട് ആവശ്യപ്പെട്ട് കൊണ്ടിരിക്കുന്നത്.